Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. നാടിന്റെ വികസന തുടർച്ചയ്ക്ക് ഇടതുപക്ഷം അനിവാര്യമെന്ന് എം വിജിൻ MLA. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചെറുകുന്ന് നടന്ന കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയത്. രാഷ്ട്രീയം നോക്കാതെയാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കിയത്. കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് പട്ടുവം കാവിൻമുനമ്പ് ചെറുകുന്ന പാലം. ഇതിനായി സംസ്ഥാന സർക്കാർ 90 കോടി രൂപയാണ് മാറ്റിവെച്ചത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമെല്ലാം നേട്ടമുണ്ടാക്കാൻ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നും എം വിജിൻ MLA പറഞ്ഞു. പാലമേറ്റ് കേന്ദ്രം 40 ലക്ഷം രൂപയ്ക്ക് പൂർത്തീകരിച്ചു കൊടുത്തു. അവിടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞു. ആ ലൈറ്റിന് ചില രാഷ്ട്രീയ പകമൊക്കെ നടത്തിപ്പോട്ടെ, പക്ഷേ പുതിയങ്ങാടിയുടെ മത്സ്യത്തൊഴിലാളികൾ ഒറ്റ മനസ്സായി എന്ന് പറഞ്ഞു, MLA ഞങ്ങൾക്ക് ലൈറ്റ് നൽകിയിട്ടുണ്ട്, ആ ലൈറ്റ് ഞങ്ങൾക്ക് എത്തിക്കും. അഭിമാനാണ്. ആ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കടക്കോടി ഉൾപ്പെടെ തീരുമാനമെടുത്തു. ആ ലൈറ്റ്, ആ MLA കൊടുത്ത ലൈറ്റിനോട് ചില രാഷ്ട്രീയ പകപോക്കൽ ചിലർ നടത്താൻ തീരുമാനിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളിയുടെ കടക്കോടിയുടെ തീരുമാനത്തിന്റെ ഭാഗമായി ആ ലൈറ്റ് അവിടെ കത്തിച്ചു. മത്സ്യത്തൊഴിലാളികൾ എന്ത് ചോദിക്കുന്നു അത് കൊടുക്കും. ചെറുകുന്ന, മാടായി തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. LDF തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. CPM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ AKG മന്ദിരത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ചെറുവത്തൂരിൽ മണ്ഡലം ഓഫീസ് തുറന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ മികവ് വീണ്ടും LDF അധികാരത്തിൽ വരണമെന്ന ചിന്ത സമൂഹത്തിൽ ഉയർത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗവും LDF നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ സ്വന്തം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ വർഗീയ UDF കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാട് നാട്ടിലെ ജനങ്ങളിലാകെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായകരമായ പ്രവർത്തനങ്ങൾക്ക് ഈ മണ്ഡല കേന്ദ്രത്തിലെ ഓഫീസ് പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷയോടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കും. VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, മുൻ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, LDF മണ്ഡലം സെക്രട്ടറി P ജനാർദ്ദനൻ, സാബു എബ്രഹാം, CV വിജയരാജ്, VV തമ്പാൻ, ജെയിംസ് മാരൂർ, രതീഷ് പുതിയപുരയിൽ, വേണുഗോപാലൻ നായർ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകാനും അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനും UDF തീരുമാനിച്ചതായി UDF ചെയർമാൻ K ജയരാജ് അറിയിച്ചു. മാർച്ച് 24 വൈകുന്നേരം 3 മണിക്ക് പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ ഐക്യജനാധിപത്യ മുന്നണി പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്ര വിജയത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുകയാണ് കേരളം. പയ്യന്നൂരിൽ UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന V കുഞ്ഞികൃഷ്ണൻ്റെ വിജയം
UDF അതൊരു കടുത്ത പോരാട്ടത്തിൽ കൂടി ആ വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി UDF പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിജയം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിൽ ഒരു അട്ടിമറി വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി മുഴുവൻ വോട്ടുകളും ശ്രീ വി കുഞ്ഞികൃഷ്ണൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ UDFൻ്റെ പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ പോരാട്ടത്തിൻ്റെ ദിനങ്ങളാണ്, വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. പയ്യന്നൂരിൽ സമഗ്രമായ ഒരു മാറ്റത്തിന് വേണ്ടി ശ്രീ വി കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കേണ്ട ആവശ്യകതയുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ തെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞികൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്തുണ കൊടുക്കുന്നതിനെതിരായി CPMൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കൈച്ചിഹ്നം വേണ്ടേ? അത് UDF അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധരായി പാർട്ടി വിട്ട് വരുന്നവരെ സഹായിച്ച ഒരു പ്രസ്ഥാനമാണ് UDF. MV രാഘവൻ തൊട്ടിങ്ങോട്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അത് ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരെ നടക്കുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും അതിനെതിരായ പോരാട്ടമാണ് കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത്. ആ പോരാട്ടത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഓഫീസിന് മുൻപിൽ COA പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് KV രാജൻ പതാക ഉയർത്തി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക ദിനം ആചരിച്ചു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഓഫീസിന് മുൻപിൽ നടത്തിയ പരിപാടിയിൽ പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് KV രാജൻ പതാക ഉയർത്തി. 15ാമത് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 28, 29, 30 തീയതികളിൽ തിരൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പതാക ദിനം കേരളത്തൊട്ടാകെ ഇന്ന് ആചരിക്കുകയാണ്. വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. നോർത്ത് മേഖലാ സെക്രട്ടറി PP പ്രസാദ്, കലേഷ് കുമാർ, പ്രശാന്ത്, സഹദേവൻ, പ്രദീപൻ CK, സതീശൻ, ജയേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിൽ നിന്നും ഇന്ത്യൻ കായിക ലോകത്തേക്ക് ഒരു പയ്യന്നൂർക്കാരി. ട്രയൽസ് ഇല്ലാതെ ബാംഗ്ലൂർ സായ് സെന്ററിലേക്ക് പരിശീലനത്തിനായി പോകുകയാണ് കോറോം സ്വദേശിയായ നിരഞ്ജന. റേസ് വാക്കിങ്ങിലാണ് നിരഞ്ജന വിസ്മയം തീർത്തിരിക്കുന്നത്. പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ കായിക ലോകത്തിന്റെ നെറുകയിൽ വളരാൻ പോകുന്ന ഒരു പയ്യന്നൂർക്കാരിയാണ് ഇന്ന് നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. റേസ് വാക്കിങ്ങിൽ വിസ്മയം തീർത്ത കോറോം സ്വദേശി നിരഞ്ജന. ഇതാണ് ഞാൻ പറഞ്ഞ നിരഞ്ജന. നിരഞ്ജന ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മാതൃ സ്കൂളിൽ +2 പഠിക്കുന്നത്. അപ്പോൾ +2ൻ്റെ എക്സാം ഒക്കെ ആയിരിക്കും എന്നല്ലേ? ഈ എക്സാമും അതുപോലെ ഈ പ്രാക്ടീസും കൂടെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? രാവിലെ പ്രാക്ടീസിന് പോകില്ല, എക്സാം ടൈമിൽ ഈവനിങ് പോവും. അങ്ങനെ കൊണ്ടുപോകുന്നത്. ഓക്കെ. കോച്ച് ആരാ? കോച്ച് അഖിൽദാസ്. ഒഡീഷയിൽ നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റായിരുന്നു നിരഞ്ജനയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ്. 3000 മീറ്റർ റേസ് വാക്കിങ്ങിന് മുന്നോടിയായി നിരഞ്ജന നടത്തിയ വാമപ്പ് സെഷൻ ഇന്ത്യൻ ടീം റേസ് വാക്കിംഗ് പരിശീലകനും ജർമ്മൻ സ്വദേശിയുമായ റൊണാൾഡിന്റെ ശ്രദ്ധയിൽപ്പെടുകയും നിരഞ്ജനയുടെ നടപ്പിലെ വേഗതയും താളവും കരുത്തും തിരിച്ചറിഞ്ഞതോടെ മറ്റ് ട്രയൽസുകളൊന്നുമില്ലാതെ തന്നെ ബാംഗ്ലൂർ സായ് സെന്ററിലേക്ക് നേരിട്ട് സെലക്ഷൻ നൽകുകയായിരുന്നു. ഇതിനോടകം തന്നെ നിരവധി അത്ലറ്റിക് മീറ്റുകളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നടന്ന ജൂനിയർ അത്ലറ്റിക് മീറ്റിലും പിന്നീട് ആന്ധ്രയിൽ നടന്ന സൗത്ത് സോൺ മീറ്റിലും റെക്കോർഡുകൾ ഭേദിച്ച് നാടിന്റെ അഭിമാനമായി മാറാനും നിരഞ്ജനയ്ക്ക് സാധിച്ചിരുന്നു. നിരന്തരമായ കഠിന പരിശീലനത്തിലൂടെയാണ് നിരഞ്ജന ഈ നേട്ടം കൈവരിച്ചത്. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിനിയായ നിരഞ്ജന രാവിലെ കൃത്യം 6 മണിക്ക് ഗ്രൗണ്ടിലെത്തും. ഒന്നിനോടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന പരിശീലനത്തിന്റെ ഭാഗമായാണ് നിരഞ്ജന ഈ വിജയം കൈവരിച്ചത്. കഠിനമായ പരിശീലനത്തിലൂടെ വിജയം കൈവരിച്ച നിരഞ്ജനയ്ക്ക് ഇനിയും ഇന്ത്യൻ കായിക ലോകത്തിൽ പയ്യന്നൂരിന്റെ മുദ്ര പതിപ്പിക്കാൻ സാധിക്കട്ടെ. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ദേശീയപാത സർവീസ് റോഡരികെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് സർവീസ് റോഡരികിൽ വ്യാപകമായി മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് സഞ്ചികളിലും മറ്റുമായാണ് ഈ ഭാഗത്ത് റോഡരികിൽ വ്യാപകമായി മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക്, മദ്യക്കുപ്പികൾ, പഴകിയ വസ്ത്രങ്ങൾ, ഭക്ഷണമാലിന്യങ്ങൾ ഈ ഭാഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു. ഇവിടെ തള്ളിയ മാലിന്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതർ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ AKG ഭവനിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ AKG ഭവനിൽ നടന്നു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പയ്യന്നൂരിൽ 5 വർഷക്കാലം വളരെ വികസനത്തിന്റെ കാര്യത്തിൽ വലിയ നേതൃത്വപരമായി കൊണ്ടുപോയിട്ടുള്ള അരിവാറ്റത്തിന്റെ നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഇത്തവണ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും. ഏരിയ പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് M. സുനിൽകുമാർ, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, T. തമ്പൻ, K. സത്യൻ, M. ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം കണ്ടംകുളങ്ങര EK നമ്പ്യാർ സ്മാരക കോൺഗ്രസ് മന്ദിരം കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. മുൻ KPCC മെമ്പർ EK നമ്പ്യാരുടെ സ്മരണ നിലനിർത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ കണ്ടംകുളങ്ങരയിൽ നിർമ്മിച്ച EK നമ്പ്യാർ സ്മാരക കോൺഗ്രസ് മന്ദിരത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. KPCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത ജില്ല. പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് അതേപടി അനുസരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകൾ നിറഞ്ഞു നിൽക്കുന്ന ജില്ലയുടെ പേരാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ആ കണ്ണൂരിൽ നിന്ന് ആർക്കെങ്കിലും CPM-നെതിരായി ഒരു ശബ്ദമുയർത്താൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ മേഖലയെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. ഏറ്റവും വലിയ കിരാതമായ പീഡനത്തിന് ഇരയാകേണ്ടി വന്ന പെൺകുട്ടിയുടെ പിതാവ്, CPM-ന്റെ ഏറ്റവും വലിയ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന്റെ സംഘടന എന്നറിയപ്പെടുന്ന CITU-വിന്റെ തലപ്പത്ത് ഈ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. K. വിജയൻ അധ്യക്ഷത വഹിച്ചു. VT ശിവജി, MK രാജൻ, V. രാജൻ, BV പ്രകാശൻ, V. വിജയകുമാരി, സനീഷ് MP, പ്രദീപ് കുമാർ കണ്ണഞ്ചേരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഫോക്ലാൻഡ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് സമാദരണവും കലാമേളയും ഫോക്ലോർ ആൻഡ് പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് ആദര സമ്മേളനവും കലാമേളയും സംഘടിപ്പിച്ചു. ചിത്രചരിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. ഫോക്ലാൻഡ് പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വെച്ച് സമാദരണവും കലാമേളയും ഫോക്ലോർ ആൻഡ് പൂരക്കളി അക്കാദമി അവാർഡ് ജേതാക്കൾക്ക് ആദര സമ്മേളനവും കലാമേളയും സംഘടിപ്പിച്ചു. ലതാ വിഷ്ണു നമ്പൂതിരി ദീപം തെളിയിച്ചു. ചിത്രകാരൻ KK മാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ ജയരാജൻ നേതൃത്വം നൽകുന്ന ഫോക്ലാൻഡിൽ ഫോക്ലോർ അക്കാദമിയും അതുപോലെ ക്ഷേത്രകലാ അക്കാദമിയും പൂരക്കളി അക്കാദമിയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചവരെ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്ന് ആദരിക്കുക എന്ന് പറയുന്നൊരു വലിയ
ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ നേരത്തെ ശ്രീ ജയരാജ് സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരം രംഗങ്ങൾ, ഇത്തരം കലാരൂപങ്ങൾ പലതും അസ്തമിച്ചു പോവുക. ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ കണ്ണോം, OK നാരായണൻ നമ്പൂതിരി, ഡോക്ടർ അനില സുനിൽ, ഡോക്ടർ കേശവൻ വെതിരമന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന പൂരക്കളിയും നാടൻപാട്ടും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. BJP കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി AV സനിലിന്റെ റോഡ് ഷോ പഴയങ്ങാടിയിൽ നടന്നു. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. പഴയങ്ങാടിയിൽ നടന്ന ആവേശകരമായ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എരിപുരത്ത് നിന്ന് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ പഴയങ്ങാടിയിൽ സമാപിച്ചു. C നാരായണൻ, BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ, സുജിത്ത് വടക്കൻ, KT മുരളി, സതീശൻ K, വിജേഷ് വെങ്ങര, ബിജു നാരായണൻ, MV രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ചെറുകുന്ന് കുന്നനങ്ങാട്ടെ ഓത്തിയിൽ രമേശൻ ചുവരെഴുത്തിന്റെ തിരക്കിലാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചുമരെഴുതി വരുന്നുണ്ട് ഇദ്ദേഹം. തിരഞ്ഞെടുപ്പ് പ്രചാരണം വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും സജീവമാണെങ്കിലും ചുവരെഴുത്തുകൾക്കും കുറവൊന്നുമില്ല. മുൻപ് പെട്രോൾ മാക്സിന്റെയും ചൂട്ടുവെളിച്ചത്തിന്റെയും സഹായത്തോടെ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിഞ്ഞായിരുന്നു ചുമരെഴുത്ത്. ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ ഓത്തിയിൽ രമേശൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ചുവരെഴുത്ത് നടത്തിയിട്ടുണ്ട്. 84 തുടങ്ങിയത്. അന്ന് മെഴുകുതിരിയും മറ്റേ ചൂട്ടുപൊളിച്ചും അന്നുണ്ടായിരുന്നു. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പകലായി. സാധാരണ ഷെയ്നർ അല്ലെങ്കിൽ പിഗ്മെന്റ്, പിന്നെ ഡിസംബർ. കൺസ്ട്രക്ഷൻ മേഖലയിൽ തൊഴിൽ ചെയ്തു വരുന്ന ഇദ്ദേഹം താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് എന്നും ചുവരെഴുത്ത് രംഗത്ത് സജീവമായി നിൽക്കുന്നത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ചുവരെഴുത്ത് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്നും ചുവരെഴുത്തുകാർ സജീവമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പരിപാടി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. വയോജന സംഗമം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം P. കുഞ്ഞിക്കണ്ണൻ, മേഖലാ കമ്മിറ്റി അംഗം K. ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ഈ പറഞ്ഞ വിളവ് കിട്ടുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ 8 ലക്ഷം പേർ, 52 ലക്ഷത്തിൽ 8 ലക്ഷം പേർക്കാണ് ഈ 300 രൂപ ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത്. കേന്ദ്ര ഗവൺമെന്റ് വളരെ നിർത്തലാക്കി. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് 2016 ഈ പറഞ്ഞ പെൻഷൻ 600 രൂപയുള്ളത് 2014 ശേഷം 1000, 800 രൂപ 2000 ആയിട്ടാണ്. KP സേതുമാധവൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.